SFI പ്രതിഷേധത്തിൽ സ്തംഭിച്ച് കേരള സർവകലാശാല ആസ്ഥാനം. VC-യുടെ ചേംബറിന് മുന്നിലേക്കും സെനറ്റ് ഹാൾ കവാടത്തിലേക്കും ഇരച്ചെത്തി നൂറുകണക്കിന് പ്രവർത്തകർ. കാഴ്ചക്കാരായി പോലീസ്. അറസ്റ്റിനുള്ള ശ്രമത്തിനിടയിലും സംഘർഷം. പിന്തുണയുമായി സമരവേദിയിൽ MV ഗോവിന്ദൻ. സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമെന്ന് പ്രതിപക്ഷം. പ്രതിഷേധ നടുവിലും നിലപാട് കടുപ്പിച്ച് ഗവർണർ. രജിസ്ട്രാർ KS അനിൽകുമാറിനെ പുറത്താക്കാൻ നീക്കം. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനവും റദ്ദാക്കും. ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും നടപടിക്ക് നീക്കം. പഴയ ഗവർണറേക്കാൾ കടുപ്പമാണ് പുതിയ ഗവർണറെന്ന മന്ത്രി R ബിന്ദു. താൽക്കാലിക VC-മാരുടെ നിയമനം റദ്ദാക്കിയതിനെതിരെ ഗവർണർ നൽകിയ അപ്പീലിൽ വിധി തിങ്കളാഴ്ച. പാലായിൽ തോൽവി ഭയന്ന ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക്. പഞ്ചായത്ത് തോറും കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ച് കേരള കോൺഗ്രസ് M. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കാനും നീക്കം. കേരള കോൺഗ്രസ് രാഷ്ട്രീയ നിലപാട് മാറ്റില്ലെന്ന് ജോസ് കെ മാണിയുടെ FB പോസ്റ്റ്. യമൻ പൗരന്റെ മരണത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് ഉത്തരവ്. ദയാധനമായി തലാലിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് 8.57 കോടി രൂപ. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ കേസ് എന്ന സൗബിൻ. വിൻസി അലോഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് ഷൈൻ ടോം ചാക്കോ. മനഃപൂർവ്വമായിരുന്നില്ലെന്ന് ഷൈൻ. സൂത്രവാക്യം സിനിമയുടെ പ്രമോഷന് വേണ്ടി താരങ്ങൾ ഒരേ വേദിയിൽ. കാര്യങ്ങൾ അംഗീകരിച്ച് ഷൈനിനോട് ബഹുമാനമുണ്ടെന്ന് വിൻസി.